തലശ്ശേരി പുന്നോലിലെ CPM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ മരണ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ നഷ്ടമായതായി തലശ്ശേരി സഹകരണ ആശുപത്രി. മരണ രജിസ്റ്ററും MLC രജിസ്റ്ററും നഷ്ടപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ വിചാരണ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. CPM നിയന്ത്രണത്തിലുള്ള ഈ സഹകരണ ആശുപത്രിയിലാണ് സലീമിന്റെ മരണം സ്ഥിരീകരിച്ചത്. 2008 ജൂലൈ 23 രാത്രിയാണ് തലശ്ശേരി പുന്നൂരിലെ CPM പ്രവർത്തകൻ UK സലീം കൊല്ലപ്പെടുന്നത്. ഫസൽ വധക്കേസിലെ ചില നിർണായക വിവരങ്ങൾ അറിയാമായിരുന്ന സലീമിനെ CPM പ്രവർത്തകർ തന്നെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പിതാവ് യൂസഫിന്റെ ആരോപണം. വെട്ടേറ്റ സലീമിനെ മരണം സ്ഥിരീകരിച്ച ശേഷമാണ് CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചതെന്നും മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നൽകാൻ ആശുപത്രി തയ്യാറായില്ലെന്നുമായിരുന്നു പിതാവിന്റെ ആരോപണം. തലശ്ശേരിയിലെ മുനിസിപ്പൽ ഓഫീസിൽ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഇവിടെ രജിസ്റ്ററില്ലെന്ന്. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് പറഞ്ഞു ഇവിടുന്ന് മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ തരില്ല, മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തില്ല. കേസിന്റെ വിചാരണയ്ക്കിടെ സലീമിന്റെ ഡെത്ത് ഇന്റിമേഷൻ രജിസ്റ്ററും മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററും ഹാജരാക്കാൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊക്കെ നഷ്ടമായെന്ന വിചിത്രമായൊരു സത്യവാങ്മൂലമാണ് ആശുപത്രി അധികൃതർ കോടതിയിൽ സമർപ്പിച്ചത്. 10 വർഷത്തിന് മുമ്പുള്ള രേഖകൾ സൂക്ഷിക്കാറില്ലെന്നും ആശുപത്രിയുടെ വാദം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജീവ് നമ്പ്യാരാണ് ഇത്തരമൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ രേഖകൾ എന്തുകൊണ്ട് നശിപ്പിച്ചെന്ന് വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആശുപത്രി അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 31-ന് സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.